ഇടുക്കി മാങ്കുളത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ അറസ്റ്റിൽ. മാങ്കുളം സ്വദേശി തരുണിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡിഎഫ്ഒയെയും സംഘത്തെയും തടഞ്ഞ കേസിലാണ് അറസ്റ്റ്. സിജോ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സിജോ, എന്തെല്ലാം വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്? കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ? രേഷ്മ, ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഘർഷത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഈ പോലീസ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഈ മാങ്കുളത്ത് പെരുമ്പൻകുത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ഒരു പവനിയിൽ ഒരു വാച്ച് ടവറിന്റെ നിർമ്മാണത്തെ ചൊല്ലിയായിരുന്നു ഈ തർക്കമുണ്ടായത്. ഈ തർക്കം പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. വനഭൂമിയിലാണ് ഈ നിർമ്മാണം നടത്തിയത് എന്നാണ് വനംവകുപ്പിന്റെ ആരോപണം. പഞ്ചായത്ത് വക ഭൂമിയിലാണ് ഇത് നടത്തിയതെന്ന് പഞ്ചായത്തും നിലപാട് സ്വീകരിച്ചു. പട്ടയ ഭൂമിയിലാണ് ഈ വാച്ച് ടവർ നിർമ്മിച്ചതെന്ന് പഞ്ചായത്ത് നിലപാട് സ്വീകരിക്കുകയും ചെയ്തതോടെയാണ് ഈ തർക്കവും പിന്നീട് സംഘർഷവും ഉണ്ടായത്. ഇരു കൂട്ടുകാർക്കുമെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. പക്ഷേ ആദ്യ നടപടി എന്ന രീതിയിലാണ് ഇപ്പോൾ നാട്ടുകാരിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാങ്കുളം സ്വദേശി തരുണിനെയാണ് ഇപ്പോൾ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡിഎഫ്ഒയും സംഘത്തെയും തടഞ്ഞു എന്ന കേസിലാണ് ഈ അറസ്റ്റ്. പുലർച്ചെ മാങ്കുളത്തെത്തിയ പോലീസ് തരുണിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ ഈ വനപാലകർക്കെതിരെ നടപടി എടുക്കാത്ത പോലീസ് നടപടിയിൽ ഇപ്പോൾ ഒരു പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. തുടർന്ന് ഇപ്പോൾ ഈ മാങ്കുളത്ത് നിന്നുള്ള സമരസമിതിയുടെ ആളുകൾ മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. എ രാജ MLA അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ 2 ദിവസത്തേക്ക് തുടർ നടപടികൾ ഒന്നും ഇനി ഉണ്ടാകില്ല, പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുള്ള അറിയിപ്പാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. വകുപ്പ് തല നടപടിയായതിനാൽ, അതായത് പഞ്ചായത്തും വനം വകുപ്പും തമ്മിലുള്ള ഒരു പ്രശ്നമായതിനാൽ മന്ത്രിസഭാ തലത്തിൽ അല്ലെങ്കിൽ മന്ത്രിതലത്തിൽ ഒരു ചർച്ച നടത്താം എന്നുള്ള ഒരു ഉറപ്പ് നാട്ടുകാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. രേഷ്മ, മാങ്കുളം സംഘർഷവുമായി ബന്ധപ്പെട്ട് മാങ്കുളം സ്വദേശിയായ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് സിജോ വർഗീസ് ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.